നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. അതായത് നമ്മുടെ ബോട്ടണിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ഒരുപാട് ടൈപ്സ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ലിനേഴ്സിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൂടാതെ ഫൈനലായിട്ട് ഏറ്റവും 4 കിങ്ഡം വന്നിട്ടുണ്ട്, 3 കിങ്ഡം വന്നിട്ടുണ്ട്, അതുപോലെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ ക്ലാസിഫിക്കേഷനുകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. മറ്റേതൊരു ക്ലാസിഫിക്കേഷനുകളെ അപേക്ഷിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഇസ് കോൾഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് നോക്കാവുന്നത് ഈ പറയുന്ന നമ്മുടെ ചാപ്റ്റർ 2 ബയോളജി ക്ലാസിഫിക്കേഷനിൽ നിന്ന് ആദ്യം നമുക്ക് നോക്കേണ്ടത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അതിന്റെ ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇവിടെ സെന്ററുകളിലും സ്കൂളുകളിലും അതുപോലെ നിങ്ങൾക്ക് ഇതിനുള്ള ഐഡിയാസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ പഠിച്ച കണ്ടന്റ്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾ പഠിച്ച കണ്ടന്റ്സ് നമുക്ക് തറവാക്കുക, റിവൈസ് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് പ്രൊപ്പോസ് ചെയ്തത് നമ്മുടെ R.H. വിറ്റേക്കർ ആണ്. R.H. വിറ്റേക്കർ ആണ് നമ്മുടെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്യുന്നത്. പ്രൊപ്പോസ് ചെയ്യുന്ന വർഷം 1969. 1969 R.H. വിറ്റേക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അദ്ദേഹം പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെയൊക്കെ ബേസിസിലാണ്? സോ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ പറയുന്നുണ്ട്. ഒരുപാട് ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് പല വ്യക്തികളും, അല്ലെ, ഒരുപാട് സയന്റിസ്റ്റ്, ബൊട്ടാണിസ്റ്റ്, സോളജിസ്റ്റുകളുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് ഒരുപാട് കണ്ടന്റ്സിന്റെയും ഫാക്ടേഴ്സിന്റെയും ബേസിസിലാണ്. അപ്പൊ ഇദ്ദേഹം എന്തൊക്കെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ക്രൈറ്റീരിയസിന്റെ ബേസിസിലാണ് നമ്മൾ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്നാമത്തത്, ദ ഫസ്റ്റ് കണ്ടീഷൻ ദാറ്റ് ഇസ് അബൌട്ട് ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷന്റെ ബേസിസിൽ അദ്ദേഹം ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തു. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ടാകാം, അല്ലെ. അപ്പോൾ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക് ഉണ്ടാവും. അപ്പൊ അതെന്താണ് നമ്മൾ അടുത്ത ടേബിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം എന്താണ് ഓട്ടോട്രോഫിക് അല്ലെങ്കിൽ എന്താണ് ഹെറ്ററോട്രോഫിക്, ഓട്ടോട്രോഫിക്കിന്റെ വകഭേദങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടൈപ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് വരും നെക്സ്റ്റ് പേജ് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ ഫാക്ടർ ആയിരുന്നു മോഡ് ഓഫ് ന്യൂട്രീഷന്റെ ബേസിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. രണ്ടാമത്തത് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് താലസ് ഓർഗനൈസേഷൻ. താലസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ബോഡിയുടെ ഓർഗനൈസേഷൻ ആണ്. ഇനി എന്താണ് ഈ താലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താലസ് എന്ന് പറയുമ്പോൾ അത് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബോഡിയെ വിളിക്കുന്ന പേരാണ് താലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബോഡി, ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് താലസ്. അതായത് ഒരു ഓർഗാനിസം, നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് എപ്പോഴും ബോഡിയെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്, പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലാന്റ്സിന്റെ കേസിൽ പ്ലാന്റ്സിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന ഭാഗങ്ങൾ, ഒന്ന് റൂട്ട് നമുക്ക് പറയാം, സ്റ്റെം നമുക്ക് പറയാം, അതുപോലെ ലീഫ് നമുക്ക് പറയാം. ഈ 3 ഭാഗങ്ങളാണ് ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ പോർഷൻസ് എന്ന് പറയാം. പക്ഷെ ഈ താലസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആൽഗീസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ഫംഗസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് റൂട്ടാണോ അല്ലെങ്കിൽ സ്റ്റെം ആണോ അല്ലെങ്കിൽ ലീഫ് ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത പ്ലാന്റ്സ്. അങ്ങനെയുള്ള ബോഡി ഓർഗനൈസേഷനെ വിളിക്കുന്ന പേരാണ് താലസ് എന്ന് പറയാം. അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ് താലസ്. അതായത് പ്ലാന്റ്സിന്റെ ലീഫോ സ്റ്റെമ്മോ റൂട്ടോ, ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അൺഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ, ആ കണ്ടീഷനാണ് നമ്മൾ താലസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി ഓർഗനൈസേഷൻ താലസ് മാത്രമല്ല, ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ഏതാണ്, നമ്മുടെ സെൽസ് ആണോ, അല്ലെ, അതിന്റെ ഫൈനൽ കോമ്പോസിഷൻ എന്തായിരിക്കും, സെൽസ് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ സൈസ് എങ്ങനെയായിരിക്കും, മീൻസ് ടിഷ്യൂസിന്റെ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓർഗൻസ് ആണോ, അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റംസ് ആണോ, അപ്പൊ ഏത് ലെവലാണ് ആ ഓർഗാനിസത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റ് കൂടി അദ്ദേഹം ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നെക്സ്റ്റ് ടേബിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം.
നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ സെൽ സ്ട്രക്ചർ. അടുത്ത അദ്ദേഹം പറയുന്നത് സെൽ സ്ട്രക്ചർ. അതായത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള സെൽസും യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഒരുപാട് സെൽസും ഉണ്ട്. പ്രോകാരിയോട്ടിക് സെൽസ് ഉണ്ട്, യൂകാരിയോട്ടിക് സെൽസ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് സെൽസ് ഉണ്ട്. ആ സെൽസിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പല ക്ലാസ്സസ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് അവിടെ ക്ലാസിഫൈ ചെയ്യാം. So cell structure is one of the next feature that helps in the classification of this organism that proposed by the RS Whittaker. Okay, so RS Whittaker propose ചെയ്ത ഈ ഒരു കണ്ടീഷനിൽ സെൽ സ്ട്രക്ചർ കൂടുതൽ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്തത് അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ കൊണ്ടുവന്ന മറ്റൊരു ക്രൈറ്റീരിയ ഒന്ന് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് വഴി അല്ലെങ്കിൽ ഫൈലോജനറ്റിക്സ് എന്ന് പറയാം. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് വഴിയാണ് അദ്ദേഹം ഓർഗാനിസത്തിനെ അറേഞ്ച് ചെയ്തതെന്ന് നമുക്ക് പറയാം. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്താണ് മങ്കീസ് അല്ലെങ്കിൽ കുരങ്ങന്മാരിൽ രൂപാന്തരം പ്രാപിച്ചതാണ് മനുഷ്യർ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവർ കൺസെപ്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, ഈ പറയുന്ന മങ്കീസ് ആയാലും ഗിബൺസ്, ഏപ്സ്, ഗൊറില്ലാസ്, ഓൾ ദിസ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം, ഈ പറയുന്ന എല്ലാ കൈൻഡ് ഓഫ് ഓർഗാനിസത്തിന് അതുപോലെ മനുഷ്യനും ഇവരെല്ലാം ഉൾപ്പെടുന്നത് ഒരു ഫാമിലിയിലാണ്, ഒരു കുടുംബത്തിലാണ് അല്ലെ. അപ്പൊ അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ അവിടെയാണ്. അപ്പൊ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് പഠിക്കുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഹ്യൂമൻസ് സെപ്പറേറ്റ് സ്പീഷീസ് ആണ്, ഹോമോസാപ്പിയൻസിനകത്താണ്, എന്നാൽ ഈ പറയുന്ന മങ്കീസ് ഒക്കെ നെക്സ്റ്റ് സ്പീഷീസിനകത്ത് വരുന്ന ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഓഫ് സ്പീഷീസ് അല്ലെങ്കിൽ ജീനസ് അവ കൂടിച്ചേർന്ന് അവർക്കൊരു കോമൺ ഫോം ഉണ്ടാവും അല്ലെങ്കിൽ കോമൺ ആൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ആൻസിസ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി മനസ്സിലാക്കാം. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസിസ്റ്റേഴ്സിനെ മനസ്സിലാക്കുന്നത് കൂടാതെ നമുക്ക് അവരുടെ ചേഞ്ചസ് മനസ്സിലാക്കാം. ഓരോ ഘട്ടത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മെമ്പേഴ്സ് പറയാം. കാരണം 5 കിങ്ഡംസ് ആണ്, സോ ഡെഫിനറ്റ്ലി 5 കിങ്ഡംസ് അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒന്നാമത്തെ കിങ്ഡം ഏതാണ്? ഒന്നാമത്തെ കിങ്ഡം ആണ് കിങ്ഡം മുനീറ. സോ ദ ഫസ്റ്റ് കിങ്ഡം ദാറ്റ് ഈസ് കോൾഡ് കിങ്ഡം മുനീറ. എപ്പോഴും ഓർത്തോണം, മൊണീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തിൽ വരുന്നത് ബാക്ടീരിയാസ് ആയിരിക്കും. ബാക്ടീരിയാസ് ആർ ദ ഹോൾ മെമ്പേഴ്സ് ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻസൈഡ് ദിസ് കിങ്ഡം മൊണീറ. മൊണീറയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബാക്ടീരിയാസിനെ ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ കിങ്ഡം എന്ന് പറയുമ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കിങ്ഡം, ദാറ്റ് ഈസ് കോൾഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഈ പ്രോട്ടിസ്റ്റയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രോട്ടോസോവൻസ് മാത്രമാണ് അല്ലെ. പ്രോട്ടോസോവൻസ് മാത്രമാണ് ഈ പറയുന്ന പ്രോട്ടിസ്റ്റയ്ക്കകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഇത് ഓർക്കേണ്ട മറ്റൊരു കേസ്, അതായത് നമ്മള് ഈ നോട്ട്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്താ പറയാ ഈ പറഞ്ഞ ഫോക്കസ് ഏരിയ ഉണ്ടാവും അല്ലെ. ആ ഫോക്കസ് ഏരിയയിൽ എന്ത് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടോ ആ പോയിന്റ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സ് ഒക്കെ ഡിലീറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. നിങ്ങളുടെ ഫോക്കസിൽ എന്ത് കൊടുത്തിട്ടുണ്ടോ ആ പോയിന്റ്സിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇപ്പോ ടൈം ഇല്ല, സമയം വളരെ കുറവാണ്. നമ്മുടെ കണ്ടൻസ്, ഇവിടെ ഉള്ള കണ്ടൻസ് മാത്രം നമുക്കൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഓക്കെ. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കിങ്ഡം പ്രോട്ടിസ്റ്റ ദാറ്റ് ഇസ് പ്രോട്ടോസോവൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഇനി മൂന്നാമത്തെ കിങ്ഡം ദാറ്റ് ഇസ് കിങ്ഡം ഫഞ്ചൈ. മൂന്നാമത്തെ കിങ്ഡം എന്ന് പറയുമ്പോൾ കിങ്ഡം ഫഞ്ചൈ ആണ് വരുന്നത്. ഈ ഫഞ്ചൈക്കകത്ത് വരുന്നത് ഫംഗസ് ഗ്രൂപ്പ്സ് ആണ്. പ്രധാനമായിട്ടും വരുന്നത് ഒരുപാട് തരത്തിലുള്ള മഷ്റൂംസ് ഉണ്ട്. മഷ്റൂംസ് ആണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഒരുപാട് ടൈപ്സ് ഓഫ് മഷ്റൂംസ് ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 6 മെമ്പേഴ്സ് ആണ്, പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് 4 മെമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു 6 മെമ്പേഴ്സ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്, പക്ഷെ ഇപ്പോഴല്ല, പ്രീവിയസ് ഇയേഴ്സ്. ഓക്കെ, സോ കിങ്ഡം ഫഞ്ചൈ അവിടെ മഷ്റൂംസ് വരുന്നു. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ നാലാമത്തെ കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റേ. ഓക്കെ, സോ കിങ്ഡം പ്ലാന്റേയിൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട യാതൊരു ആവശ്യമില്ല അല്ലെ. കിങ്ഡം പ്ലാന്റേയിൽ വരുന്ന ഓർഗാനിസംസ് എന്ത് തന്നെ ആയിരിക്കും? പ്ലാന്റ്സ് തന്നെ ആയിരിക്കും ഈ കിങ്ഡം പ്ലാന്റേയിൽ വരുന്ന പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം കൊണ്ടുവന്ന 5ാമത്തെ കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ കൊണ്ടുവന്നു. അതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ എന്തായിരിക്കും? അനിമൽസ് ആയിരിക്കും ആ കിങ്ഡത്തിനകത്ത് വരുന്ന ഓർഗാനിസംസ്. ഓക്കെ,
സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് five kingdom classification കൊണ്ടുവന്ന വ്യക്തി, that is R.S. Whittaker. R.S. Whittaker proposed the five kingdom classification and he arranged organism, or he classified the organisms into several categories based on certain criteria like mode of nutrition or in the form of thallus formation. Thallus means the undifferentiated plant body and is based on the cell structure and also based on their phylogenetic relationship or the relationship with the ancestral organisms. And it consists of 5 members, that is kingdom Monera, that includes bacteria, and kingdom Protista, that includes protozoans, and fungus that consists of mushrooms, and plantae that consists of plants, and finally Animalia that includes proper animals. So ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞവരൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനില്ല, പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കാം. എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെ? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓരോ കിങ്ഡത്തിനകത്തും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പോലെ നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ ഫോക്കസിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാർട്ട് ബോക്സ്. ഈ ചാർട്ട് ബോക്സ് അപ്പോൾ പഠിച്ചോളാം, കാരണം നമുക്ക് കണ്ടൻസ് വളരെ കുറവാണ്, കണ്ടൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന എല്ലാ ചാർട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളൂ. ഓക്കെ, നമുക്ക് വരാം, ഓരോന്നായിട്ട് വരാം. ആദ്യം നോക്കേണ്ടത് ഫൈവ് കിങ്ഡത്തിനകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് 5 മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പൊ 5 മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ മെമ്പേഴ്സ് മുനീറ ഉണ്ട്, പ്രൊട്ടിസ്റ്റ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്ലാന്റേ ഉണ്ട്, അനിമീലിയം. ഇങ്ങനെ 5 കിങ്ഡംസ് അവിടെ ഉണ്ട്. ഇനി സെൽ ടൈപ്പ് പറയുമ്പോൾ അത് പ്രോകാരിയോട്ടിക് ആണ് അല്ലെങ്കിൽ യൂകാരിയോട്ടിക് ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതായത് ഫസ്റ്റ് മെമ്പർ തന്നിരിക്കുന്ന ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ എന്താണ്? പ്രോകാരിയോട്ടിക് ആണ്, അതായത് കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറ പ്രോകാരിയോട്ടിക് നേച്ചർ ആയിരിക്കും. എന്നാൽ ബാക്കി വരുന്ന എല്ലാ ഓർഗാനിസും എന്തായിരിക്കും? യൂകാരിയോട്ടിക് നേച്ചർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം എന്താണ് പ്രോകാരിയോട്ടിക്. പ്രോകാരിയോട്ടിക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എന്താണ്? പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ സെൽ, ടൈപ്പ് ഓഫ് സെൽ ഇൻ വിച്ച് ദ ഡസന്റ് ഹാവ് എ പ്രോപ്പർ ന്യൂക്ലിയസ്. ഓക്കെ, ഈ പറയുന്ന സെല്ലുകൾക്ക് എന്തില്ല? ദ ഡസന്റ് ഹാവ് പ്രോപ്പർ ന്യൂക്ലിയസ്. ഈ സെല്ലുകൾക്ക് കൃത്യമായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ അവർക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂക്ലിയസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? പക്ഷെ അവർക്ക് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ അവരുടെ ബോഡിയിൽ കാണപ്പെടുന്നുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ന്യൂക്ലിയസ് ദേ ഹാവ് എ ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ. അവരുടെ ബോഡിയിൽ ഒരു ന്യൂക്ലിയസ് പോലുള്ള ഒരു സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. നമുക്ക് പറയാം ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. സോ ഒരിക്കൽ കൂടി, പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ ആ സെല്ലിനകത്ത് പ്രോപ്പർ ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് അവിടെ എന്തായിരിക്കും? ന്യൂക്ലിയസ് പോലുള്ള സ്ട്രക്ചർ വരുന്നുണ്ട്. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരായിരിക്കും നമുക്ക് ന്യൂക്ലിയോയിഡ് എന്ന് നമുക്കിവിടെ പറയാം. ഇത് കൂടാതെ പ്രോകാരിയോട്ടിക് സെൽസിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെന്റ് ആയിരിക്കും. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെന്റ് ആണ് ഈ പറയുന്ന പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ്. നിങ്ങൾ എപ്പോഴും എക്സാം എഴുതുന്നത് ഓർഗനൽസ് ആർ ആബ്സെന്റ് എന്ന് തന്നെ നിങ്ങൾ എഴുതും, അല്ലെ? ഓർഗനൽസ് ആർ ആബ്സെന്റ് എന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ മിക്കപ്പോഴും ഏത് എക്സാം നിങ്ങൾ എഴുതുന്നത്. ഒരിക്കലും അത് എഴുതാൻ പാടില്ല, കാരണം ഓർഗനൽസ് അവിടെ പ്രസന്റ് ആണ്. ഈ പറയുന്ന പ്രോകാരിയോട്ടിക് സെല്ലില് അവർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൽ ഓർഗനൽസ് അവിടെ പ്രസന്റ് ആണ്. എന്നാൽ അവിടെ എന്തില്ല? ആ പറയുന്ന ഓർഗനൽസിൽ ഒന്നും തന്നെ മെംബ്രെയിൻസ് ഇല്ല. ആ ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഓർഗനൽസ് ഇല്ല എന്നല്ല, അവിടെ എന്തില്ല എന്ന് പറയുന്നത്? ഓർഗനൽസിന് മെംബ്രെയിൻസ് ഇല്ല എന്നുള്ള പോയിന്റ് മാത്രമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അത് തെറ്റിക്കരുത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ടുവരുന്ന മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് യൂകാരിയോട്ടിക് എന്താണ്? യൂകാരിയോട്ടിക് സെൽസ് എന്താണ്? യൂകാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് എ പ്രോപ്പർ ന്യൂക്ലിയസ്, അല്ലെ? അവർക്ക് എന്ത് പ്രസന്റ് ആയിരിക്കും? ഒരു ഡെഫിനറ്റ് ആയിട്ട്, ഒരു കൃത്യമായിട്ടൊരു ന്യൂക്ലിയസ് അവിടെ പ്രസന്റ് ആയിരിക്കും. They have a definite or a proper nucleus, and the next feature, they have membrane bound organelles. രണ്ടുപേർക്കും ഓർഗനൽസ് ഉണ്ട്, എന്നാൽ പ്രോകാരിയോട്ടിക്കില് അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെന്റ് ആണ്. എന്നാൽ ഇവിടെ യൂകാരിയോട്ടിക്കില് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്തായിരിക്കും? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ.
ഓക്കെ, അപ്പൊ നോക്കുക, ഇനി ഒരു എളുപ്പവഴിയുണ്ട് പഠിക്കാനായിട്ട്. അതായത് പ്രോകാരിയോട്ടിന്റെ കേസിൽ അവിടെ എന്താണ്, ന്യൂക്ലിയസ് പ്രോപ്പറായി ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ മെംബ്രെയിൻസ് അവിടെ ഇല്ല. ആ പോയിന്റിനോട് ചേർത്ത് തന്നെ ഈ പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാം. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഫസ്റ്റ് കേസിൽ ആബ്സെന്റ് ആയിരിക്കും, ബാക്കി എല്ലാത്തിലും പ്രസന്റ് ആയിരിക്കും. ബാക്കി വരുന്ന എല്ലാ കിങ്ഡംസിനകത്തും പ്രസന്റ് ആയിരിക്കും. അപ്പൊ അതിന് ചേർത്ത് പഠിക്കും. സെൽട്രി പ്രോകാരിയോട്ടിക് ആണെങ്കിൽ അവിടെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻസ് ഇല്ല, സോ ന്യൂക്ലിയസ് എന്തില്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഔട്ടർ കവറിംഗ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ മൊയിലയ്ക്കകത്ത് ആബ്സെന്റ് ആയിരിക്കും. ബാക്കി വരുന്ന എല്ലാ മെമ്പേഴ്സും അത് യൂക്കാരിയോട്ടിക് ആണ്. സോ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് ഓൾസോ പ്രസന്റ് ഇൻ ദോസ് കൈൻഡ് ഓഫ് ഫർദർ കിങ്ഡംസ്. അപ്പൊ ആ 2 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. 2 പോയിന്റ് ഇവിടെ ക്ലിയർ ആയി. ഇനി നോക്കേണ്ടത് അതിന്റെ സെൽ വാൾ എങ്ങനെയാണ്. സെൽ വാളിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? സെൽ വാൾ എന്ന് പറയുമ്പോൾ ഔട്ടർ കവറിംഗ് ആണ്. ഒരു സെല്ലിന്റെ ഔട്ടർ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ത് പറയാം, സെൽ വാൾ എന്ന് പറയാം. ആ സെൽ വാള് ഓരോ ഓർഗാനിസത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. അതിന്റെ കോമ്പോണൻസ് അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ അത് ഓരോ ഓർഗാനിസത്തിലും വളരെയധികം വ്യത്യാസമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ഇൻ ദ കേസ് ഓഫ് കിങ്ഡം മൊനീറ. മൊനീറയ്ക്കകത്ത് വരുമ്പോൾ എന്താണ് വ്യത്യാസം? കിങ്ഡം മൊനീറയില് ശ്രദ്ധിക്കേണ്ടത് അത് നോൺ സെല്ലുലാർ ആയിരിക്കും. നോൺ സെല്ലുലാർ എന്ന് വെച്ച് കഴിഞ്ഞാല് സെല്ലുലോസ് എന്ന് പറയുന്ന കോമ്പോണന്റ് അവിടെ ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. സെല്ലുലോസ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ പ്ലാന്റ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് അതാണ്. സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന സബ്സ്റ്റൻസ് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. സെൽ വാൾ നിർമ്മിക്കുന്ന സബ്സ്റ്റൻസ് എന്ത് തന്നെയാണ്, സെല്ലോസ് തന്നെയാണ്. അപ്പൊ സെല്ലോസ് വെച്ചിട്ടാണ് അവിടെ സെൽ വാൾ നിർമ്മിക്കുന്നത്. എന്നാൽ മൊനീറയിൽ വരുമ്പോൾ അവിടെ എന്തില്ല, സെല്ലോസ് അവിടെ പ്രസന്റ് അല്ല. പകരം പോളിസാക്കറൈഡ്സും അമിനോ ആസിഡ്സും ചേർന്നിട്ടാണ് ഈ പറയുന്ന സെൽ വാൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് പോളിസാക്കറൈഡ്, എന്താണ് അമിനോ ആസിഡ്? പോളിസാക്കറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി മീൻസ് മെനി ആൻഡ് സാക്കറൈഡ്സ് മീൻസ് ഷുഗർ. സോ പോളിസാക്കറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷുഗർ മോളിക്യൂൾസ് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അമിനോ ആസിഡ്സ് ഉണ്ട്, അതായത് നമ്മുടെ പ്രോട്ടീൻസിന്റെ, നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീൻസിന്റെ സിമ്പിൾ യൂണിറ്റ് ആണ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സും പോളിസാക്കറൈഡ്സും ചേർന്നാണ് നമ്മുടെ സെൽ വാൾ, മൊനീറയുടെ സെൽ വാൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോട്ടിസ്റ്റിലോട്ട് നോക്കാം. പ്രോട്ടിസ്റ്റിനകത്ത് സെൽ വാൾ ഉണ്ടോ? ഉണ്ട്. പക്ഷെ എല്ലാ ഓർഗാനിസത്തിനകത്തും ഇല്ല അല്ലെ. പ്രസന്റ് ഇൻ സം ഓർഗാനിസംസ് ഉള്ളു. ഇതിന്റെ മെറ്റീരിയൽസ് കൊണ്ട് അപ്പോൾ തൽക്കാലം ഞാൻ അതിലോട്ട് പോകുന്നില്ല, ഡീറ്റെയിൽഡ് ക്വസ്റ്റൻസ് ആണ്, ഞാൻ പോകുന്നില്ല. പ്രോട്ടിസ്റ്റയുടെ കേസിൽ അവർക്ക് സെൽ വാൾ പ്രസന്റ് ആണ്. അത് ചില ഓർഗാനിസത്തിൽ മാത്രമായിരിക്കും സെൽ വാൾ പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി ഫംഗസിന്റെ കേസിലാണെങ്കിൽ അവിടെ സെൽ വാൾ പ്രസന്റ് ആണ്. ഫംഗസിന്റെ കേസിൽ അവർക്ക് സെൽ വാൾ പ്രസന്റ് ആണ് വിതൗട്ട് സെല്ലോസ്. നമ്മുടെ സെല്ലോസ് ആബ്സെന്റ് ആണ്. അത് കൂടാതെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ആ നിർമ്മിച്ചിരിക്കുന്നത്, ഈ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ കൈറ്റിൻ എന്ന് പറയും. കൈറ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് നമ്മുടെ ഈ ഫംഗസിന്റെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ഫംഗസിന്റെ കേസിൽ സെൽ വാൾ പ്രസന്റ് ആണ്. സെൽ വാൾ ഇസ് പ്രസന്റ് and it is made up of a substance called chitin, and cellulose is absent in this particular case of fungus. കിട്ടിയല്ലോ. ഇനി പ്ലാന്റിലേക്ക് നമ്മളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ത് തന്നെയാണ്, പ്ലാന്റ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ പ്ലാന്റ്സ് തന്നെയാണ് ഈ പറഞ്ഞ പ്ലാന്റിലേക്കകത്ത് വരുന്നത്. ഇനി അനിമേലിക്കകത്താണെങ്കിലോ, അനിമേലിക്കകത്ത് സെൽ വാൾ എന്ന് പറഞ്ഞ സാധനമേ അവിടെ ഇല്ല. സെൽ വാൾ ഇസ് ആബ്സെന്റ്. അനിമേലിക്കകത്ത് സെൽ വാൾ ആബ്സെന്റ് ആണ്. പകരം സെൽ മെംബ്രെയിൻ ആയിരിക്കും അവരുടെ ഔട്ടർ കവറിംഗ്. അത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് പ്ലാന്റ്സിന്റെ സെൽ വാളും സെല്ലും അനിമൽസിന്റെ സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ് ഒരുപാട് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമായിരിക്കും. ഞാൻ അതിലോട്ട് പോകുന്നില്ല. നമുക്ക് തൽക്കാലം ഈ ഒരു ഡിഫറൻസസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയസ് മാത്രം തൽക്കാലം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഇനി ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്? അപ്പൊ ഓരോ ഓർഗാനിസത്തിന്റെയും ബോഡി ഓർഗനൈസേഷനകത്ത് വ്യത്യാസം ഉണ്ടാവും. ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഒരുപക്ഷെ സെല്ലുലാർ ആവാം. ഇൻ ദ കേസ് ഓഫ് മൊണീറ, നമ്മൾ ആദ്യം എടുക്കുന്ന മെമ്പർ മൊണീറ എന്ന് പറയുന്ന ഓർഗാനിസം. ഈ കിങ്ഡം മൊണീറയ്ക്കകത്ത് വരുന്നത് ബാക്ടീരിയസ് ആണ്. അപ്പോൾ ബാക്ടീരിയസിന്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ ദർ ഓൾവേസ് യൂണിസെല്ലുലർ ഓർഗാനിസം. അവരുടെ ബോഡിക്കകത്ത് ഒറ്റ സെൽസ് മാത്രമേ ഉള്ളൂ. അവരുടെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഈ പറയുന്ന സെല്ല് തന്നെയാണ്. ആ സിംഗിൾ സെല്ല് തന്നെയാണ് അവരുടെ എല്ലാ ബോഡിയുടെയും ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി രണ്ടാമതായിക്കോട്ടെ, അതായത് കിങ്ഡം മൊണീറ കഴിഞ്ഞു നമ്മുടെ രണ്ടാമത്തെ സെഷൻ പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും എന്ത് തന്നെയാണ്, സെല്ലുലാർ ഓർഗനൈസേഷൻ ആയിരിക്കും. അവരും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന എബുലിന ആയാലും അല്ലെങ്കിൽ പാരമീസിയം, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന മെമ്പേഴ്സ് ആണ്. അപ്പൊ ഈ മെമ്പേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനില്ല.
അപ്പൊ ഈ മെമ്പേഴ്സ് എല്ലാം തന്നെ പാരമീസിനെ ഒരുപാട് ഫെമിലിയർ ആണ്. പാരമീസിനെ കുറിച്ച് ന്യൂക്ലിയൻ ഒരു പക്ഷേ ചിലർക്ക് അറിയാമായിരിക്കും അല്ലെ. അപ്പോ ഈ പറയുന്ന അവരുടെയും ബോഡി ഓർഗനൈസേഷൻ എന്ത് തന്നെയാണ്? സെൽസ് തന്നെയാണ്. ഇനി മൂന്നാമത്തേലേക്ക് നോക്കാം. അതേതാ? കിങ്ഡം ഫംഗസ്. കിങ്ഡം ഫംഗസിന്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ സെല്ലുലാർ ലെവൽ അല്ല, പകരം മൾട്ടി സെല്ലുലാർ ലെവൽ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ എന്ന് പറഞ്ഞ ലെവലാണ്. മൾട്ടി സെല്ലുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി എന്ന ടെർമിന്റെ അർത്ഥമേ ഒന്നിലധികം എന്നുള്ള മീനിങ് അല്ലെ. മൾട്ടി സെല്ലുലാർ, അപ്പൊ ഒന്നിലധികം സെൽസ് അവിടെയുണ്ട്, ഒന്നിലധികം സെൽസ് അവിടെ കാണപ്പെടുന്നുണ്ട്. ഈ സെൽസ് എല്ലാം കൂടി തന്നെ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറിയിരിക്കുന്നു? ലൂസ് ടിഷ്യൂസ് ആയിട്ട് മാറിയിരിക്കുന്നു. ലൂസ് ടിഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ അത് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. സെൽസ് എല്ലാം കൂടി കൂടിച്ചേർന്ന് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞ ടിഷ്യൂസ്. എന്നാൽ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ആ ടിഷ്യൂസ് എന്താണ്? ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്ര തിക്ലി പാക്ഡ് അല്ല, ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻ അല്ലെ. അപ്പോൾ നമ്മൾ പറയുന്ന പ്ലാന്റ്സിനകത്തിൽ അവർക്ക് എന്തുണ്ട്? ടിഷ്യൂസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈലം ഉണ്ട്, ഫ്ലോയം അല്ലെ. സൈലം ടിഷ്യൂസ്, ഫ്ലോയം ടിഷ്യൂസ് ഉണ്ട്, പാരൻകൈമാറ്റസ് ടിഷ്യൂസ് ഉണ്ട്, കോളൻകൈമാറ്റസ്, ക്ലോറൻകൈമാറ്റസ് അല്ലെ. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരുപാട് ടൈപ്പ് ടിഷ്യൂസ് നമ്മൾ പ്ലാന്റ്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ് ആയിരിക്കും നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ അവരുടെ ബോഡി ഫങ്ഷൻസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അതിന്റെ അല്ലെങ്കിൽ എന്താണ് ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്യാം. അതിന്റെ ക്ലാരിഫിക്കേഷൻ നെക്സ്റ്റ് ഒരു കമന്റ് ആയിട്ട് തന്നെ അവിടെ തന്നെ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ അബൌട്ട് ദ ടിഷ്യൂസ് ഓഫ് ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം. നമ്മൾ ഹ്യൂമൻസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനിമൽസ് നോക്കിക്കഴിഞ്ഞാൽ അനിമൽസിൽ ടിഷ്യൂസ് ഉണ്ടാകാം, ഓർഗൻ ഉണ്ടാകാം, ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകാം അല്ലെ. ഇപ്പൊ ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം ഈ പറയുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അവസ്ഥ കാണിച്ചാൽ മതി. നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലെ, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇങ്ങനെ പല പല സിസ്റ്റംസ് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഈ ഓരോ സിസ്റ്റത്തിനകത്തും ഒരുപാട് ഓർഗൻസും ഉണ്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ ബോഡി ഓർഗനൈസേഷൻ. ഇനി അടുത്തതിലേക്ക് നോക്കാം. മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ഓർഗാനിസം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും? The process of absorbing nutrients by the organism is known as nutrition. Okay, so നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ന്യൂട്രീഷൻ ആണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ അത് അതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിടാം, ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. അതായത് ന്യൂട്രീഷൻ. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് the process of absorbing nutrients. Process of absorbing nutrients from food. Absorbing nutrients from food. ഇനി ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഇത് ന്യൂട്രീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ട് എഴുതുന്ന ഉത്തരം ഇതാണ്. പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ്. നമ്മൾ ഫുഡ് എടുക്കുന്ന പ്രോസസ്സ് അത് തെറ്റാണ്. കാരണം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സ് അത് ഡൈജഷനകത്ത് വരുന്നതാണ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് എടുക്കുന്ന പ്രോസസ്സിനെ കറക്റ്റ് പറയുന്ന ടേം ഇൻജക്ഷൻ എന്ന്. ഇൻജക്ഷൻ എന്ന് പറയാം. ഈ ഇൻജക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് എന്ത് പ്രോസസ്സിലേക്ക് പോകാം? അവിടെ ഡൈജഷൻ പ്രോസസ്സിലേക്ക് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഫുഡ് പാർട്ടിക്കിൾസ് ബ്രേക്ക് ചെയ്ത് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് മാറും. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന ഡൈജഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് പാർട്ടിക്കിൾസിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് അബ്സോർബിംഗ് ദ ന്യൂട്രിയൻസ് ഫ്രോം ദ ഫുഡ്, ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്രീഷൻ. ഈ ന്യൂട്രീഷൻ പലതരത്തിലുള്ള ന്യൂട്രീഷൻസ് ഉണ്ട്. നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് ന്യൂട്രീഷൻ ആണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഓർഗാനിസംസ് എന്തായിരിക്കും? സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, they produces food by their own. These organisms have the capacity to produce food by their own. സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ത് പറയാം? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻസ് എന്ന് പറയാം. നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, ഗ്രീൻ പ്ലാന്റ്സ് മതി അല്ലെ. നമ്മുടെ പ്ലാന്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് ബ്ലൂഗ്രീൻ ആൽഗീസ് ഉണ്ട്, ബാക്ടീരിയാസ് ഉണ്ട് അല്ലെ. ഈ പറഞ്ഞ ബാക്ടീരിയാസിനും ഈ പറഞ്ഞതുപോലെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഉണ്ട്. ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നമുക്ക് വീണ്ടും രണ്ടായിട്ട് പ്രതികരിക്കാം. ഒന്നാമത്തത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ്
ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണ് ഫോട്ടോസിന്തറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയാം. ഫോട്ടോസിന്തറ്റിക് ന്യൂട്രീഷൻസ് എന്ന് പറയാം. ഫോട്ടോസിന്തറ്റിക് ന്യൂട്രീഷന്റെ പ്രത്യേകത എന്താണ്? ഫോട്ടോസിന്തറ്റിക് ന്യൂട്രീഷന്റെ പ്രത്യേകത ഇതിൽ വരുന്നത് ഓർഗാനിസംസിന് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ഫുഡ് ബൈ യൂസിങ് സൺലൈറ്റ്. ഇവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഏത് വെച്ചിട്ടാ? ബൈ യൂസിങ് സൺലൈറ്റ്. അപ്പൊ സൺലൈറ്റിന്റെ സഹായത്തോട് കൂടിയാണ് ഇവർ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഇനി രണ്ടാമത്തത്, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം നമ്മുടെ പ്ലാന്റ്സ് തന്നെയാണ്. പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ പറയുന്ന ഫോട്ടോസിന്തറ്റിക് ന്യൂട്രീഷൻസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തറ്റിക് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് കീമോസിന്തറ്റിക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയും. അപ്പൊ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിന്റെ പ്രത്യേകത നേരത്തെ സൺലൈറ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇവരെന്താ യൂസ് ചെയ്യുന്നത്? ഇവര് പ്രിപ്പയർ ഫുഡ് ബൈ യൂസിങ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പയർ ഫുഡ് ബൈ യൂസിങ് കെമിക്കൽസ്. അപ്പൊ ഇവരുടെ ബോഡിക്കകത്തുള്ള കെമിക്കൽസിന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം സൾഫർ ബാക്ടീരിയ. ഫോർ എക്സാമ്പിൾ ആണ് സൾഫർ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ സൾഫർ ബാക്ടീരിയ അവരുടെ ബോഡിക്കകത്തുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ നൈട്രൈറ്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ നൈട്രേറ്റ് കോമ്പൗണ്ട്സ്, ഈ പറയുന്ന കോമ്പൗണ്ട്സ് എല്ലാം യൂസ് ചെയ്ത് തന്നെ അവർ എന്ത് ചെയ്യുന്നു? അവിടെ പുതിയൊരു അല്ലെങ്കിൽ ഫുഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ പറയുന്ന കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് വൺ, അതായത് രണ്ടാമത്തെ സെറ്റ് നമ്മൾ നോക്കേണ്ടത് ഓട്ടോട്രോഫിക് കഴിഞ്ഞു. ഇനി അടുത്തത് ഹെറ്ററോട്രോഫിക് എന്താണ്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഓർഗാനിസത്തിന് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല അല്ലെ. സോ ദേ ഡസന്റ് ഹാവ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ദ ഫുഡ്. നമുക്ക് അവിടെ ആദ്യം നമുക്ക് ആ പോയിന്റ് മെൻഷൻ ചെയ്യാം. The organisms that doesn't have the capacity to produce food. അവർക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി ഇല്ല. പകരം അവർ എന്ത് ചെയ്യുന്നത്? അവര് ഡിപ്പെൻഡ് ചെയ്യുന്നു. They depends other organism for their food. അല്ലെ. ചിലപ്പോൾ ലിവിങ് ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഡെഡ് ഓർഗാനിസംസ് ആവാം. എന്ത് തന്നെ ആയാലും അവരെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന? ഡിപ്പെൻഡ്സ്. സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, പകരം അവര് മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. അതാണ് നമ്മളിവിടെ ഓക്കേണ്ടത്. മനസ്സിലായോ? സോ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ നമുക്ക് വീണ്ടും രണ്ട് ടൈപ്സ് നമുക്ക് പറയാം, രണ്ടല്ല മൂന്ന് നമുക്ക് പറയാം. ഒന്നാമത്തത് പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മുകളിലത്തെ ടോപ്പിക്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അവിടെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ട് മാത്രം പോയാൽ മതി അല്ലെ. സോ പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക, ഹെറ്ററോട്രോഫിനകത്ത് വരുന്ന എല്ലാ ഓർഗാനിസവും തന്നെ അവര് മറ്റ് ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ഈ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ അവർ എന്തായിരിക്കും? ഡിപ്പെൻഡ് ഓൺ ലിവിങ് ഓർഗാനിസംസ്. ഇത് ലിവിങ് ഓർഗാനിസത്തിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഫുഡിന് വേണ്ടിയിട്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന കുറെ ടേമുകളുണ്ട്. ലൊറാന്തസ്, ഇത്തിൽ അല്ലെ, നമ്മുടെ മരത്തിലേക്ക് കാണുന്ന ഇത്തിൽ, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ തലയിൽ അല്ലെ ലൈസ് ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഒരുപാട് വേംസ് ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന റൗണ്ട് വേംസ്, ഹൂക്ക് വേംസ്, ടേപ്പ് വേംസ്, അങ്ങനെ വരുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങൾ ഓൾറെഡി സുവോളജിക്കകത്ത് പഠിച്ചു കഴിഞ്ഞു ആ ഒരു ടേംസ് ഒക്കെ. അപ്പൊ ഈ പറയുന്ന വേംസ് എല്ലാം തന്നെ ഈ പറയുന്ന പാരസൈറ്റിക്കിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. പ്ലാന്റ്സിന്റെ കേസിനകത്തുകൊണ്ട് നമ്മള് ലൊറാന്തസ് പറയാം, കസ്ക്യൂട്ട, സിർതാലി, അതുപോലെ എപ്പിഫൈറ്റ്സ് ഒരുപാടെണ്ണം ഉണ്ട്, വാഞ്ച, അതുപോലെ എപ്പിഫൈറ്റ്സ് ഒരുപാട് കേസസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ പാരസൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. നമുക്ക് തൽക്കാലം ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. എക്സാം എഴുതാൻ തൽക്കാലം ഒരുപാടൊന്നും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് രണ്ട് എക്സാമ്പിൾ, ഒരു കണ്ടന്റില് മിനിമം രണ്ട് എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ഓർത്തു വെച്ചേക്കാം. ഓക്കെ. സോ പാരസൈറ്റിക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് സാപ്രോഫൈറ്റീസ് അല്ലെ, അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് പറയാം. സോ സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രത്യേകത, they always depend dead organism for their food. Depend
ഡെഡ് ഓർഗാനിസം അല്ലെ, അവരെപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് എന്തിനായിരിക്കും? ഡിപ്പെൻഡ് ഡെഡ് ഓർഗാനിസംസ് ഫോർ ഫുഡ്. മനസ്സിലായോ? അപ്പൊ ലിവിങ് ഓർഗാനിസത്തിലല്ല, മറിച്ച് ഡെഡ് ഓർഗാനിസത്തിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഷ്റൂംസ്, ഏറ്റവും കൂടുതൽ വരുന്ന മെമ്പേഴ്സ് ആണ് മഷ്റൂംസ് എന്ന് പറയുന്നത്. ഈ മഷ്റൂംസ് ആണ് ഏറ്റവും സാപ്രോഫൈറ്റ്സിന് ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അതിൽ പൂപ്പല്, ഫംഗസ് വരും അല്ലെ, ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. ആ ഫംഗൽ ഇൻഫെക്ഷനെയാണ് എന്താ പറയുന്നത്? മഷ്റൂംസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ അവസാനത്തെ ഒരു പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഹെറ്ററോട്രോഫിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, സാപ്രോഫൈറ്റിക് ഉണ്ട്. ഇനി ഫൈനലായിട്ട് വരുന്ന ഒരു റീജിയനാണ് ഹോളോസോയിക്. ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയാം. ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇവിടുത്തെ പ്രത്യേകത ഹോളോസോയിക് ന്യൂട്രീഷനിൽ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? അവര് ആ ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുന്നു. So absorbing nutrients by engulfing the food particles completely. Absorbing nutrients by engulfing food particles. So അതിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ത് പറയാം? ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് നമുക്ക് അവിടെ പറയാം. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുകളിലേക്ക് വന്നിട്ട് ആ പീസ് ഒരിക്കൽ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ വിട്ടാൻ പോയത് അല്ലേ? അതായത് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഓരോ ഓർഗാനിസത്തിന്റെയും മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ഓർഗാനിസം ഏതാ? ഒന്നാമത്തത് നമ്മുടെ കിങ്ഡം മുനീറ അല്ലെ. അപ്പൊ കിങ്ഡം മുനീറയിൽ എന്താണ് ഇവരുടെ പ്രത്യേകത? അതായത് ഇവരെന്തായിരിക്കാം? ഓട്ടോട്രോഫിക് ആയിരിക്കാം. ഓട്ടോട്രോഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അത് തന്നെ എന്തൊക്കെയാണ്? കീമോസിന്തറ്റിക് ആവാം, അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കാം. ഇനി ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് വരുന്നുണ്ട്. അത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? സാപ്രോഫൈറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ പാരസൈറ്റിക് ആവാം. മീൻസ് ഡെഡ് ഓർഗാനിസത്തിൽ ഡിപ്പെൻഡ് ചെയ്യാം, ലിവിങ് ഓർഗാനിസത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോട്ടിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓട്ടോട്രോഫിക്കും ആണ്, ഹെറ്ററോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് പ്രധാനമായിട്ടും അത് ഫോട്ടോസിന്തറ്റിക് ആണ്. ഹെറ്ററോട്രോഫിക്കിനകത്ത് മോസ്റ്റ്ലി സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും ആണ്. ഇനി മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിങ്ഡം ഫംഗസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഹെറ്ററോട്രോഫിക് ആയിരിക്കും. അവിടെ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒന്നും തന്നെ ഫംഗസിനകത്തില്ല അല്ലെ. ഇവിടെ വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ സാപ്രോഫൈറ്റിക് ആണ്, ഡെഡ് ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ പാരസൈറ്റിക്, ലിവിങ് ഓർഗാനിസത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ഇനി ഓട്ടോട്രോഫിക് ആണ്. നമ്മുടെ പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഓട്ടോട്രോഫിക് ആണ്. അതുപോലെ പ്രധാനമായിട്ടും ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. മീൻസ് ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോട്രോഫിക് നോക്കിക്കഴിഞ്ഞാൽ അനിമേലിക്കകത്ത് വരുന്ന ഓർഗാനിസംസ് ഹെറ്ററോട്രോപ്സ് ആണ്. അത് ഹോളോസോയിക് ആയിരിക്കും, സാപ്രോഫൈറ്റിക് ആയിരിക്കും. ഹോളോസോയിക് എന്ന് പറയുമ്പോൾ അവർ ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുന്നു. അതുപോലെ സാപ്രോഫൈറ്റിക് അവർ ഡെഡ് ഓർഗാനിസത്തെയും, വൾച്ചേഴ്സ് ഒക്കെ അല്ലെ, വൾച്ചേഴ്സ് ഈഗിൾ പറയുന്ന ആ ടൈപ്പ് ഓർഗാനിസംസ് ഒക്കെ ഡെഡ് ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. നമ്മളും ഡെഡ് ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ജനറൽ ക്രൈറ്റീരിയസും. ആ ക്രൈറ്റീരിയസ് എങ്ങനെയൊക്കെ ഓരോ കിങ്ഡംസിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു കണ്ടന്റ് ചിലപ്പോൾ സ്പീഡ് തോന്നി കാണാം എടുത്തപ്പോ അല്ലെ. അപ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും റെപ്പറ്റീഷൻ വേണോ എന്നുള്ളത് പറയാം, നിങ്ങളത് കഴിയുന്നതായിരിക്കും. കാരണം നമുക്കിപ്പോ റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്, പഠിക്കാനുള്ള ഒരു ടൈം നമുക്ക് ഓൾറെഡി കഴിഞ്ഞു അല്ലെ. പഠിപ്പിക്കേണ്ട സമയം നമുക്ക് കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാം ക്രാഷിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ക്രാഷ് വഴി നമുക്ക് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാം, ആ പോർഷൻസ് കവർ ചെയ്യാം, അത് നമ്മുടെ എയിം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാം.